ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിലെ മൊഡ്യൂൾ 1 എന്നുള്ള ഒരു ടോപ്പിക്, അതായത് ക്ലാമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ക്ലാമ്പർ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും, സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെ വരയ്ക്കാം തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്ലാമ്പർ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഈ ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വേവ് ഫോമിലേക്ക് ഒരു DC വോൾട്ടേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേവ് ഫോമിനെ ഒന്നുകിൽ പോസിറ്റീവ് സൈഡിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ക്ലാമ്പർ എന്ന് പറയുന്നത്. ഇപ്പം ക്ലിപ്പറിൽ നമ്മളൊരു വേവ് ഫോമിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. ഓക്കെ, സോ അവിടെ ഡയോഡും റെസിസ്റ്ററും ആണ് ഉള്ളത്. ക്ലാമ്പറിൽ ഡയോഡും കപ്പാസിറ്ററും ആണ് ഉള്ളത്. സോ കപ്പാസിറ്ററിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ചാർജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കപ്പാസിറ്ററിന് അക്രോസ് നമ്മളൊരു വോൾട്ടേജ് സ്റ്റോർ ചെയ്യും. ആ സ്റ്റോർ ചെയ്ത വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോമിന്റെ കൂടെ ആഡപ്പ് ആയിട്ട് ഔട്ട്പുട്ടിൽ വരും. അതിന്റെ ഭാഗമായിട്ട് ഔട്ട്പുട്ട് പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. വോൾട്ടേജ് ഒന്നുകിൽ ആഡപ്പ് ചെയ്യാം, മീൻസ് സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ അത് പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വേവ് ഫോം നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ വേവ് ഫോമിന് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്, ഷേപ്പിൽ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. സോ അതിനെ പറയുന്ന പേരാണ് ക്ലാമ്പർ എന്ന് പറയുന്നത്. സോ സർക്യൂട്ട് ഈസ് ഡിസൈൻ ടു ഷിഫ്റ്റ് ദ DC ലെവൽ ഓഫ് ആൻ AC സിഗ്നൽ. DC ലെവൽ ഷിഫ്റ്റ് ചെയ്യും. റഫറൻസ് 0 ആയിട്ടുള്ള ഒരു AC വേവ് ഫോമിന്റെ റഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. വൈൽ പ്രിസർവിങ് ഇറ്റ്സ് ഷേപ്പിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്, ക്ലാമ്പർ എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. സോ എനി വൺ ഓഫ് ദി ഹാഫ് സൈക്കിളിൽ ആ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. അതർ ഹാഫ് സൈക്കിളിൽ ആ ചാർജ് ചെയ്ത കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോമിന്റെ കൂടെ ഒന്നെങ്കിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരും. അതിന്റെ ഭാഗമായിട്ട് വേവ് ഫോമിന് ഷിഫ്റ്റ് സംഭവിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ക്ലാമ്പറിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പോസിറ്റീവ് ക്ലാമ്പറും നെഗറ്റീവ് ക്ലാമ്പറും. നമ്മുടെ ഈ വേവ് ഫോം എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയിട്ട്, ഇപ്പോൾ വേവ് ഫോം പോസിറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കാം. ഇനി വേവ് ഫോം നെഗറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, നെഗറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കാം. അപ്പൊ പോസിറ്റീവ് ക്ലാമ്പർ, നെഗറ്റീവ് ക്ലാമ്പർ. ഇതിൽ തന്നെ ബയാസ്ഡ് കേസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അൺബയാസ്ഡ് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഡയോഡിന്റെ കൂടെ ഒരു വോൾട്ടേജ് സോഴ്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ് DC സോഴ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാമ്പിംഗ് ലെവൽ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. സോ പോസിറ്റീവ് ക്ലാമ്പറിൽ നമുക്ക് വോൾട്ടേജ് സോഴ്സ് വെക്കാം. സോ പോസിറ്റീവ് ബയാസ്ഡ് ഉണ്ട്, നെഗറ്റീവ് ബയാസ്ഡ് ഉണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലാമ്പറിൽ നമുക്ക് എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ ബയാസ്ഡിൽ പോസിറ്റീവ് ബയാസ്ഡും വരും, നെഗറ്റീവ് ബയാസ്ഡും വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ മെയിൻലി നമുക്ക് രണ്ട് ക്ലാമ്പർ ഉള്ളത്, നെഗറ്റീവ് ക്ലാമ്പറും പോസിറ്റീവ് ക്ലാമ്പറും. അപ്പൊ എന്താണ് നെഗറ്റീവ് ക്ലാമ്പർ, അതിന്റെ സർക്യൂട്ട്, അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ ആദ്യം നോക്കാം. ട്രാൻസ്ഫർ ക്യാര എങ്ങനെ വരയ്ക്കാം എന്നുള്ളതും ഇനി അത് കഴിഞ്ഞാൽ പോസിറ്റീവ് ക്ലാമ്പറിന്റെയും ഇതേപോലെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം നോക്കാൻ പോകുന്നത് നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടാണ്. നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. അപ്പൊ നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് ഡയഗ്രാം. നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോ ക്ലാമ്പറിൽ നമുക്ക് രണ്ട് കമ്പോണൻസ് ആണുള്ളതെന്ന് പറഞ്ഞു, കപ്പാസിറ്ററും ഉണ്ട്, ഡയോഡും ഉണ്ട്. അപ്പൊ കപ്പാസിറ്റർ ഇവിടെ സീരീസ് പാത്തിൽ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഷണ്ട് പാത്തിൽ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, ഡയോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഡയോഡിന് പാരലൽ ആയിട്ട് ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, RL ആണ് വാല്യൂ. ഇതിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഡയോഡിന് പാരലൽ ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ സർക്യൂട്ട് നമുക്ക് അനലൈസ് ചെയ്യണം, ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കണം. സോ നമുക്ക് ഇൻപുട്ട് വേവ് ഫോം അതുപോലെ തന്നെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് വരയ്ക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കുക, ഇൻപുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു സൈൻ വേവ് ആണ്, ഒരു നോർമൽ സൈൻ വേവ് ആണ്. ഈ വേവ് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് നെഗറ്റീവ് ക്ലാമ്പർ. അപ്പൊ നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് വേവ് ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് അറിയണം. അപ്പൊ അതിന്റെ വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, എങ്ങനെയാണ് ഈ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടിയത് എന്നുള്ളത് മനസ്സിലാവും. ഇനി ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് അസംഷൻസ് എടുക്കാറുണ്ട്. ഈ ഡയോഡ് ഐഡിയൽ ആണെന്ന് എടുക്കണം. ഐഡിയൽ ഡയോഡ് എന്നുള്ള കേസാണ് നമ്മൾ എടുക്കാറ്. ആ 0.7 കട്ട് ഇൻ വോൾട്ടേജ് ആ ഫാക്ടർ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, ഐഡിയൽ ഡയോഡ് ആയിട്ടാണ് എടുക്കാറ്. പിന്നെ ഇതിലുള്ള ടൈം കോൺസ്റ്റന്റ് C
അതുപോലെ തന്നെ RL അല്ലെങ്കിൽ RC ആണ് ഇതിന്റെ ടൈം കോൺസ്റ്റന്റ് വാല്യൂ. ആ ടൈം കോൺസ്റ്റന്റ് വാല്യൂ വളരെ ലാർജ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ R ഉം C യും സെലക്ട് ചെയ്യും. എന്നാലാണ് ഈ കപ്പാസിറ്റർ പെട്ടെന്ന് എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. സോ ദ ടൈം കോൺസ്റ്റന്റ് ഈസ് ഡിസൈൻഡ് ടു ബി വെരി ലാർജ് ബൈ സെലക്ടിങ് ലാർജ് വാല്യൂസ് ഓഫ് R and C. ഇപ്പൊ ഈ രണ്ട് അസംഷൻസ് നമ്മൾ നോർമലി ഇതിന്റെ അനാലിസിസ് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. സോ ഈ കപ്പാസിറ്റർ ആദ്യം ചാർജ് ആവണം. അപ്പൊ ഈ കപ്പാസിറ്റർ ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് എന്തായിരിക്കണം, ഈ ഡയോഡ് ആദ്യം ഫോർവേഡ് ബയസ് ആയി ഓൺ ആവണം. ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആയിട്ട് ഓൺ ആവണം. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ട് വേവ് ഫോം. അപ്പൊ എന്റെ കയ്യിൽ ഒരു ഇൻപുട്ട് വേവ് ഫോം ഉണ്ട്. ആ ഇൻപുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +Vm ആണ്, നെഗറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Vm ആണ്, അതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 ആണ്. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. പോസിറ്റീവ് പീക്ക് +Vm, നെഗറ്റീവ് പീക്ക് -Vm. അപ്പൊ ഞാൻ ഇതിലേക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യാണ്. ഇതിലേക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യാണ്. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും, ഫോർവേഡ് ബയസ് ആയിരിക്കും. ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഡയോഡ് ഷോർട്ട് ആയിരിക്കും, ഡയോഡ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ കറന്റ് ഫ്ലോ ചെയ്യും. കറന്റിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്. ഡയോഡിൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ക്ലോക്ക് വൈസ് ആണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറന്റ് ഫ്ലോ ഉണ്ടാവും. സോ ഒരു കപ്പാസിറ്ററിലൂടെ കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ആവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡ് പ്ലസും റൈറ്റ് സൈഡ് മൈനസും, ഇതാണ് കപ്പാസിറ്റർ വോൾട്ടേജിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ആവും. ലെഫ്റ്റ് സൈഡ് പ്ലസ് റൈറ്റ് സൈഡ് മൈനസ്. കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്, VC ആണ്. അപ്പൊ എന്താണ് കപ്പാസിറ്ററിൽ ചാർജ് ആവുന്ന വോൾട്ടേജ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇൻപുട്ട് ലൂപ്പിൽ എന്ത് ചെയ്യണം, KVL അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇൻപുട്ട് ഉണ്ട് ഇവിടെ, ഇതാണ് ഇൻപുട്ട്, പൊളാരിറ്റി ഇവിടെ ഉണ്ട്, +- ഓക്കെ. സോ ഈ ഒരു ലൂപ്പിൽ ഞാൻ എന്ത് ചെയ്യാ, KVL അപ്ലൈ ചെയ്യാണ്. സോ മൈനസ് പ്ലസ്, സോ -Vi + -VC = 0. സോ വാട്ട് ഈസ് VC? VC = VI. ഇനി ഈ കപ്പാസിറ്റർ ചാർജ് ആവുന്നത് എങ്ങോട്ടാണ്, നമ്മളിപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്തത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ പീക്കിലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, Vm-ലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. സോ കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, Vm ആണ് കിട്ടുക. കപ്പാസിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, Vm ആയിരിക്കും കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. കപ്പാസിറ്റർ വോൾട്ടേജ് Vm ആണ്. ഇനി കപ്പാസിറ്റർ ചാർജ് ആയി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, ഇപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞു, കപ്പാസിറ്റർ ചാർജ് ആയി എന്ന് പറഞ്ഞു, കപ്പാസിറ്റർ വോൾട്ടേജ് നമ്മൾ മാർക്ക് ചെയ്തു. കപ്പാസിറ്റർ വോൾട്ടേജ് നമുക്ക് എന്ത് കിട്ടും, Vm കിട്ടും. ഓക്കെ, Vm നമുക്ക് കിട്ടി. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുത്തു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും, ഇത് റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. റിവേഴ്സ് ബയസ് എന്ന് പറയുമ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. സോ ഇതിന് അക്രോസ് നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. അപ്പൊ ഇൻപുട്ട് ഉണ്ട് +- കപ്പാസിറ്റർ വോൾട്ടേജ് ഉണ്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +- V0 ഉണ്ട്. അപ്പൊ ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, KVL അപ്ലൈ ചെയ്യുക, ഇൻക്ലൂഡിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ടേമും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് KVL അപ്ലൈ ചെയ്യുക. സോ എന്ത് വരും, ++ സോ എന്ത് വരും, -Vi പ്ലസ് കപ്പാസിറ്റർ വോൾട്ടേജ് VC + V0 = 0. ഇതാണ് നമ്മുടെ KVL ഇക്വേഷൻ വരിക. -Vi + VC + V0 = 0. നമുക്ക് വേണ്ട എന്താണ്, V0 ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ. എന്നാലാണ് നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ, ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പറ്റൂ. സോ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ, അതൊന്ന് എന്ത് കിട്ടും, V0 = Vi - VC എന്ന് കിട്ടും. Vi - VC ദാറ്റ് ഈസ് ഈക്വൽ ടു Vi - VC എന്താ, Vm. അപ്പൊ Vi - Vm എന്ന് കിട്ടും, ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാം. ഇനി ഇൻപുട്ട് നിങ്ങൾ നോക്കുക. ഇൻപുട്ട് 0 ആവുമ്പോൾ റഫറൻസ് ലെവല്, ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇൻപുട്ട് 0 ആവുമ്പോൾ ഇവിടെ 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ഔട്ട്പുട്ട് എന്താവും, -Vm ആവും. എന്ന് പറഞ്ഞാൽ ഈ 0 എന്നുള്ള റഫറൻസ് ലെവൽ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഈ 0 എന്നുള്ള റഫറൻസ് ലെവല് -Vm-ലേക്ക് ഷിഫ്റ്റ് ആവും. 0 എന്നുള്ള റഫറൻസ് ലെവല് -Vm-ലേക്ക് ഷിഫ്റ്റ് ആവും. ഇനി ഇൻപുട്ട് +Vm ആവുമ്പോൾ,
ഇൻപുട്ട് പ്ലസ് വി എം ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? വി എം മൈനസ് വി എം ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. ഔട്ട്പുട്ട് 0 വരും. ഇനി ഇൻപുട്ട് മൈനസ് വി എം ആവുമ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? മൈനസ് വി എം. അപ്പൊ എന്ത് വരും? ഔട്ട്പുട്ട് -2 ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ വേവ് ഫോം ഇങ്ങനെ ആയിട്ട് വരും. പോസിറ്റീവ് മാക്സിമം വാല്യൂ ഇതിൽ എന്ത് വരും? 0 വരും. നെഗറ്റീവ് പീക്ക് ഇവിടെ -2 വരും. റഫറൻസ് എന്ത് വരും? -VM വരും. അപ്പൊ ഈ വേവ് ഇപ്പൊ എങ്ങോട്ട് ഷിഫ്റ്റ് ആയി? കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കുന്നത്. ഈ വേവ് ഫോം കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ അനാലിസിസ് കാര്യങ്ങൾ ചെയ്തു. സോ നെഗറ്റീവ് ക്ലാമ്പറിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ എന്താവും? ചാർജ് ആവുകയാണ് ചെയ്യുക. ഡയോഡ് ഫോർവേഡ് ബയസ് ആയിട്ട് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. സോ കപ്പാസിറ്റർ ചാർജ് ആവുകയാണ് ചെയ്യുക. ആൻഡ് ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ് ആയിരിക്കും, ഡസ് നോട്ട് കണ്ടക്ട്. സോ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മുടെ വേവ് ഫോമിന്റെ കൂടെ ആഡ് ചെയ്ത് വന്ന് വേവ് ഫോം ഷിഫ്റ്റഡ് ഡൗൺവേർഡ്, താഴത്തേക്ക് നമ്മുടെ വേവ് ഫോം എന്ത് ചെയ്യാണ്? ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപുട്ട് വേവ് ഫോം ഔട്ട്പുട്ട് വേവ് ഫോം അറിയാം. ഇനി ഇൻപുട്ട് വേവ് ഫോം ഔട്ട്പുട്ട് വേവ് ഫോം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരയ്ക്കാം? ട്രാൻസ്ഫർ ക്യാര വരയ്ക്കാം. അപ്പൊ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ഇൻപുട്ടും വൈ ആക്സിൽ ഔട്ട്പുട്ടും എടുത്ത് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ക്യാര. അപ്പൊ ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? -VM ആണ്. അപ്പൊ ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? -VM ആണ്. അപ്പൊ ഇതാണ് -VM, നെഗറ്റീവ് വൈ ആക്സിസ്. ഇനി ഇൻപുട്ട് +VM ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ ഇൻപുട്ട് +VM ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെയാണ് പോയിന്റ് വരിക. ഇനി ഇൻപുട്ട് -VM ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? -2VM ആണ്. അപ്പൊ ഇൻപുട്ട് -VM ആവുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? -2VM ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പൊ ഇതിനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ട്രാൻസ്ഫർ ക്യാര. സോ ട്രാൻസ്ഫർ ക്യാര തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിലായിരിക്കും ഉണ്ടാവുക. ട്രാൻസ്ഫർ ക്യാര ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് നെഗറ്റീവ് ക്ലാമ്പറിൽ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോസിറ്റീവ് ക്ലാമ്പർ ആണ്. സോ പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ വേവ് ഫോമിനെ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. സോ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ക്ലാമ്പറിന്റെ സർക്യൂട്ട്. വ്യത്യാസം നെഗറ്റീവ് ക്ലാമ്പറും പോസിറ്റീവ് ക്ലാമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ ഡയോഡ് താഴേക്കായിരുന്നു നെഗറ്റീവ് ക്ലാമ്പറിൽ. പോസിറ്റീവ് ക്ലാമ്പർ ആകുമ്പോൾ ഡയോഡ് എങ്ങോട്ടായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. ഡയോഡിന്റെ പൊസിഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തു? റിവേഴ്സ് ചെയ്തു. വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ വേവ് ഫോം എന്താണ്? പോസിറ്റീവ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. കംപ്ലീറ്റ് ആയിട്ട് 0 എബോവ് ലെവലിലേക്കാണ് വേവ് ഫോം ഷിഫ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? പോസിറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ അനാലിസിസ് നമുക്ക് നോക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ അനാലിസിസിൽ നമ്മൾ എടുക്കുന്ന അസംഷൻ ഒന്ന്, ഈ ഡയോഡ് ഐഡിയൽ ആണ്. 2, ടൈം കോൺസ്റ്റന്റ് ഷുഡ് ബി വെരി ലാർജ്. സോ ആ രീതിയിലായിരിക്കും നമ്മൾ ആറും സിയും ഡിസൈൻ ചെയ്യുക. ടൈം കോൺസ്റ്റന്റ് ലാർജ് ആണെന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നോക്കാം. സോ ഈ ഒരു കപ്പാസിറ്റർ ആദ്യം ചാർജ് ആവണം. ഇപ്പൊ ഈ കപ്പാസിറ്റർ ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവണം. അപ്പൊ ഏത് ഹാഫ് സൈക്കിളിലാ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുക? ഇൻപുട്ടിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. റൈറ്റ് സൈഡ് പ്ലസ്, ലെഫ്റ്റ് സൈഡ് മൈനസ്. സോ കപ്പാസിറ്റർ വോൾട്ടേജ് എന്താണ്? VC. കപ്പാസിറ്റർ ചാർജ് ആവും. നെഗറ്റീവ് പീക്കിലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. ഇനി ഇൻപുട്ട് വോൾട്ടേജ് നമുക്കറിയാം, പ്ലസ് മൈനസ് ഇൻപുട്ട് വോൾട്ടേജ് VI ആണ്. അപ്പൊ ഈ ഒരു ലൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യുക. സോ മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. So minus VI minus VC equal to 0. So VC is equal to minus VI ആണ്. ഇനി കപ്പാസിറ്റർ ചാർജ് ആവുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ്.
ഇനി ഏത് വോൾട്ടേജിലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക? നെഗറ്റീവിന്റെ പീക്കിലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക, നെഗറ്റീവിന്റെ പീക്ക്. അപ്പൊ നെഗറ്റീവിന്റെ പീക്ക് എന്താ? -Vm കപ്പാസിറ്റർ ചാർജ് ആവുക, -Vmലേക്കാണ് കപ്പാസിറ്റർ ചാർജ് ആവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Vi എന്ന് പറഞ്ഞാൽ -Vm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Vm ആണ് കപ്പാസിറ്റർ വോൾട്ടേജ് കിട്ടുക. അപ്പൊ കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് എന്തായിരിക്കും? Vm ആയിരിക്കും കിട്ടുക. അപ്പൊ കപ്പാസിറ്റർ വോൾട്ടേജ് കിട്ടിയല്ലോ. അപ്പൊ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ള വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഹാഫ് സൈക്കിൾ ഏതാ? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ കപ്പാസിറ്റർ ഓൾറെഡി ചാർജ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് വിസിയുടെ വാല്യൂ Vm കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഈ ഡയോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ ഡയോഡിന് അക്രോസ് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഈ ഡയോഡിന് അക്രോസ് ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? V0 ആണ്. അതിന്റെ പൊളാരിറ്റി എന്താ? പ്ലസ് മൈനസ് ആണ്. ഇൻപുട്ട് നമ്മുടെ കയ്യിലുണ്ട്, +- ഇതാണ് ഇൻപുട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യാം. അപ്പൊ മൈനസ് പ്ലസ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Vi -Vc + V0 = 0. -Vi -Vc + V0 = 0. നമുക്ക് എന്താ വേണ്ടത്? V0 ആണ് വേണ്ടത്. സോ V0 = Vi + Vc. That is equal to Vi plus Vc. എന്താ Vc? Vm ആണ്. Vi എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻപുട്ട് ആണ്, Vc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Vm ആണ്. നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾ ഓരോ ഇൻപുട്ടും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഇനി ഇൻപുട്ട് വേവ് ഫോം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻപുട്ട് വേവ് ഫോം 0 ആണ് റഫറൻസ്. ഇൻപുട്ട് വേവ് ഫോമിന്റെ റഫറൻസ് 0 ആണ്. അപ്പൊ ഇൻപുട്ട് 0 ആവുമ്പോ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് Vm വരും. എന്ന് പറഞ്ഞാൽ റഫറൻസ് എന്താവും? +Vmലേക്ക് ഷിഫ്റ്റ് ആയി. റഫറൻസ് +Vmലേക്ക് ഷിഫ്റ്റ് ആയി. ഇനി ഇൻപുട്ട് പോസിറ്റീവ് പീക്ക് +Vm ആവുമ്പോ ഔട്ട്പുട്ട് എന്ത് വരും? ഇവിടെ Vm കൊടുത്തു കഴിഞ്ഞാൽ Vm + Vm ഔട്ട്പുട്ട് എന്ത് വരും? 2Vm വരും. ഇനി ഇൻപുട്ട് നെഗറ്റീവ് പീക്ക് ആവുമ്പോ നെഗറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Vm. നെഗറ്റീവ് പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -Vm കൊടുത്തു കഴിഞ്ഞാൽ -Vm + Vm. അപ്പൊ ഔട്ട്പുട്ട് എന്താവും? 0 ആയിട്ട് മാറും. ഔട്ട്പുട്ട് 0 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ വേവ് ഫോം എങ്ങനെയായിട്ട് മാറും? Vmൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 2Vm ആണ് പോസിറ്റീവ് പീക്ക്, 0 ആണ് നെഗറ്റീവ് പീക്ക്. എന്ന് പറഞ്ഞാൽ ഈ വേവ് ഫോം കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ആയി? പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആയി. അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്കിംഗ് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് പോയിന്റ്സ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളില് ഡയോഡ് ഫോർവേഡ് ബയസ് ആവും, കണ്ടക്ട് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യും. സോ നെഗറ്റീവ് പീക്കിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ദെൻ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഡയോഡ് ബ്ലോക്സ് കറന്റ്, അതായത് റിവേഴ്സ് ബയസ് ആയിരിക്കും. സ്റ്റോർഡ് ചാർജ് ഇൻ ദി കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ടു ഷിഫ്റ്റ് ദ വേവ് ഫോം അപ്വേർഡ്. സോ കപ്പാസിറ്റർ വോൾട്ടേജ് നമ്മുടെ വേവ് ഫോമിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേവ് ഫോമിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ആവും? അപ്വേർഡ് സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരിയും കൂടെ നമുക്ക് വരയ്ക്കണം. സോ ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ ഇൻപുട്ടും y ആക്സിൽ ഔട്ട്പുട്ടും ആണെന്ന് നമുക്ക് അറിയാം ട്രാൻസ്ഫർ ക്യാര. അപ്പോ നമുക്ക് നോക്കാം. അപ്പോ ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? Vm ആണ്. ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ടിന്റെ റെഫറൻസ് എന്താണ്? Vm ആണ്. അപ്പോൾ ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? Vm ആണ്. ഔട്ട്പുട്ട് Vm. ഇനി ഇൻപുട്ട് +Vm ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 2Vm ആണ്. അപ്പൊ ഇൻപുട്ട് +Vm ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 2Vm ആണ്. ഔട്ട്പുട്ട് 2Vm ആണ്. ഇനി ഇൻപുട്ട് -Vm ആവുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ്. ഇൻപുട്ട് -Vm ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ ഇൻപുട്ട് -Vm ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈനാണ് നമുക്ക് ട്രാൻസ്ഫർ ക്യാരയിൽ കിട്ടുക. അപ്പൊ ട്രാൻസ്ഫർ ക്യാര എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പോസിറ്റീവ് ക്ലാമ്പറിന്റെ വർക്കിംഗ് നോക്കി, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചു, ഔട്ട്പുട്ട് വേവ് ഫോം ഇൻപുട്ട് വേവ് ഫോമും നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും നോക്കി. അപ്പൊ നമ്മൾ അൺബയാസ്ഡ് ക്ലാമ്പറിന്റെ കേസാണ് മെയിൻ ആയിട്ടും ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത്. സോ ഇതുപോലത്തെ ടോപ്പിക് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്